പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ 2 തിമോത്തിയസ് അതിൻ്റെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം നമ്മോട് പറയുന്ന പോലെ എല്ലാ തിരുവെഴുത്തും ദൈവീക ശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനം ഉള്ളതാകുന്നു. ഇന്നലെ വചനക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഇവിടെ നമ്മെ ഇന്ന് രാവിലെ വീണ്ടും വചനം നമ്മെ ഓർപ്പിക്കുന്നത് വചനത്തിൽ തന്നിരിക്കുന്ന എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാകിയാൽ അതാകുന്നു നമ്മൾ വിശ്വസിക്കേണ്ടത്. ദൈവത്തിൻ്റെ ശ്വാസത്താൽ എഴുതപ്പെട്ടതാകുന്നു നമ്മുടെ ഈ വചനം. ആമേൻ. അതുകൊണ്ട് അത് താഴോട്ട് വായിക്കുമ്പോൾ അത് പറയുന്ന എന്തിനെല്ലാം അത് ഉപകരിക്കും. വചനത്തിൽ കൂടെ നമുക്ക് ഉപദേശനത്തിനുണ്ട്, ശാസനത്തിന് വചനം നമ്മെ ശാസിക്കുന്നു, ഗുണീകരത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ദൈവിക ശ്വാസമാകുന്നു. അതാകുന്നു നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ടത്. ദൈവത്താൽ എഴുതപ്പെട്ടതാകുന്നു, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാകുന്നു. അനേകർ ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് അത് എഴുതിയ വചനങ്ങളാകും. ദൈവിക ശ്വാസമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത്. നമ്മൾ ഓരോരുത്തരും ദൈവിക ഈ വചനത്താൽ തികഞ്ഞവനാകേണ്ടതിന് ഇത് ഉപദേശത്തിനായിട്ട് നമുക്ക് എഴുതിയിരിക്കുന്നു, ശാസനത്തിനായിട്ട് എഴുതിയിരിക്കുന്നു, ഗുണീകരത്തിനായിട്ട് എഴുതിയിരിക്കുന്നു, നീതിയിലെ അഭ്യസനത്തിനായിട്ട് പ്രയോജനമാകും. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. വചനം നമ്മെ ഗുണീകരിക്കുന്നു, നമ്മളെ ഉപദേശിക്കുന്നു, നമ്മളെ നീതിയിലെ അഭ്യസിപ്പിക്കുന്നു, നീതിയിൽ നടത്തുവാൻ ജീവിക്കുവാനായിട്ട് നമ്മളെ അഭ്യസിപ്പിക്കുന്നു. അതുകൊണ്ട് വചനം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഇറ്റ്സ് എ ഡെയിലി ബ്രെഡ്. ഹല്ലേലൂയ. So let's worship the Lord with all our heart, mind, soul and strength, and also worship the Lord in truth and spirit in our life. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാകുന്ന ഈ വചനമാകുന്നു നമ്മെ എല്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വചനമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകരുത്. ഒരു കാരണവശാലും നമ്മൾ വചനത്തിൽ കൂടെ നമ്മെ തന്നെ അഭ്യസിപ്പിക്കണം, നമ്മെ തന്നെ ഗുണീകരിക്കണം, നമ്മെ തന്നെ നീതീകരണത്തിനായിട്ട് നീതിയിലേക്ക് നടത്തുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ വചനം നമ്മുടെ സൽപ്രവൃത്തികൾ പ്രാപിച്ച് നമ്മൾ തികഞ്ഞവനാകേണ്ടതിന് വചനം നമ്മെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വചനത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം. നമുക്ക് ഈ വചനം നമ്മുടെ സമീപത്ത്, നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വചനം നമുക്കില്ല എന്ന് പറയരുത്. ഈ വചനം നമ്മളെ ഓരോ ദിവസവും നടത്തുമാറാകട്ടെ. ആമീൻ.